ഇന്ന് നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കിയാലോ. ഇതൊരു ചൈനീസ് ഡിഷാണ് കേട്ടോ. ഇത് പൊറാട്ടയുടെയും ചപ്പാത്തിയുടെ ഒക്കെ ഒപ്പം കിടിലൻ കോമ്പിനേഷൻ ആണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മളിവിടെ എല്ലില്ലാത്ത ചിക്കന്റെ പീസാണ് എടുക്കുന്നത്. അപ്പൊ ചിക്കന്റെ ബ്രസ്റ്റ് പീസ് എടുത്താൽ വളരെ നന്നായിരിക്കും. അപ്പൊ നമ്മളിത് ആ ചിക്കൻ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ബോണുള്ള പീസ് വെച്ച് നമുക്കിത് ചെയ്യാം, പക്ഷെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ. ആദ്യം നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ബോളിലോട്ട് കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കണം. മുളക് പൊടി, സോയാ സോസ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ടത്. കോഴിമുട്ട ഫുള്ളായിട്ട് എടുക്കണം കേട്ടോ. ഇനി അത് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി അതൊന്നുകൂടി കട്ടി കൂട്ടാൻ വേണ്ടി ഞാൻ കുറച്ചുകൂടി കോൺഫ്ലവർ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഏകദേശം ഈ ഒരു തിക്നെസ് ആകുമ്പോൾ അതിലോട്ട് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കണം. ഇനി അതും അതിലോട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ മസാലയിൽ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. എന്നാലാണ് നമ്മുടെ ഈ മസാലയൊക്കെ ഒന്ന് അതിൽ പിടിക്കുള്ളൂ. ഇനി നമുക്കൊരു ക്യാപ്സിക്കം എടുക്കണം. അത് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാം. അതിനുശേഷം അത് ചെറുതായി മുറിച്ചെടുക്കണം. ഇതേപോലെ വേണം മുറിച്ചെടുക്കാൻ, ഒരേ അളവിൽ. നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഒരു പാനിലോട്ട് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചിക്കൻ എടുത്ത് ഇതേപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് നല്ലപോലെ ക്രിസ്പി ആയിട്ട് നമുക്ക് പൊരിച്ചെടുക്കണം. നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് വേവിക്കാം. എന്നാലാണ് എല്ലാ സൈഡും ഒരേപോലെ വേവുള്ളൂ. ഇപ്പോൾ ചിക്കൻ ഏകദേശം ഈ ഒരു ബ്രൗൺ കളറൊക്കെ വരുമ്പോൾ നമുക്ക് എടുത്തു മാറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ മസാല ഉണ്ടാക്കണം. അതിനായി നമ്മൾ നേരത്തെ പൊരിച്ചതിൻ്റെ എണ്ണ കുറച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെജിറ്റബിൾ ഓയിൽ തന്നെയാണ്. അതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കണം. നമുക്ക് ലൈറ്റായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് ചതച്ചതല്ല കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉണക്കമുളകും. ഇനി അത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ അതിലോട്ട് കുറച്ച് വലിയ ഉള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മളിവിടെ ഒരു 3 ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അത് ഇപ്പോൾ നമ്മുടെ ഉള്ളി നല്ലപോലെ വഴണ്ട് വന്നപ്പോൾ അതിലോട്ട് ആ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കണം. അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലോട്ട് കുറച്ച് ടൊമാറ്റോ സോസ്, പിന്നെ കുറച്ച് ചില്ലി സോസ്, പിന്നെ കുറച്ച് സോയാ സോസ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അതും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ആ സോസൊക്കെ അതിൽ നല്ലപോലെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി കളറിനായി കുറച്ച് കാശ്മീരി ചില്ലി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലോട്ട് കോൺഫ്ലവറിൻ്റെ വെള്ളമാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയത് അതിനൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ ചിക്കൻ നേരത്തെ പൊരിച്ച് വെച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. ഞാൻ മസാലയും ചിക്കനും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ. ഇപ്പോൾ നമ്മുടെ ചിക്കനും മസാല എല്ലാം കൂടി നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റിന് വേണമെങ്കിൽ കുറച്ചുകൂടി സോസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എനിക്ക് സോസ് നല്ലപോലെ ഇഷ്ടമാണ്. അതിനാണ് ഞാൻ കുറച്ചുകൂടി സോസ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിക്കാം ടൊമാറ്റോ സോസ്.
അത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള എള്ളാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്ത എള്ളാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ഇളക്കി കൊടുക്കണം നല്ലപോലെ. ഇപ്പം നമ്മുടെ എള്ളും ചിക്കനൊക്കെ കൂടി മിക്സ് ചെയ്യണ്ടേ. ഇപ്പം നമ്മുടെ അടിപൊളി ഡ്രാഗൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.